ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ ഇന്ന് നമ്മള് 2024 ജൂൺ മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ 2024 മെയ് മുതലുള്ള കറണ്ട് അഫേഴ്സ് ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ ഇതുപോലെ സീരീസ് ആയിട്ട് കറണ്ട് അഫേഴ്സ് ഇടുമായിരുന്നു. അതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുമായിരുന്നു. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വീണ്ടും സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വീണ്ടും നമ്മൾ കറണ്ട് അഫേഴ്സ് സീരീസ് ആരംഭിക്കുകയാണ്. 2024 മെയ് മാസത്തെ കറണ്ട് അഫേഴ്സ് ലെച്ചൂസ് എജ്യൂടിപ്സിൽ ലെച്ചു മിസ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കാണുക. അതിന്റെ PDF മിസ്സിന്റെ ലെച്ചൂസ് എജ്യൂടിപ്സ് എന്ന ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന 2024 ജൂണിലെ കറണ്ട് അഫേഴ്സ് ആണ്. ഇതിന്റെ PDF ക്ലാസ്സിന് ശേഷം ഫ്രണ്ട്ലി PSC ആപ്പില് ഫ്രീ PDF എന്ന ഒരു ഹെഡിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ നോക്കിയെടുത്താൽ മതി. അപ്പൊ നമ്മൾ കറണ്ട് അഫേഴ്സ് ചെയ്തിരിക്കുന്നത് കേരളം, ഇന്ത്യ, വേൾഡ് എന്നിങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ട് അതിലെ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ പടമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. 2024 ജൂൺ മാസത്തെ ആനുകാലികമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം കേരളത്തിലെ പ്രധാന ഫാക്ട്സുകൾ. കേരളത്തിലെ നിലമ്പൂർ തേക്കിന് GI ടാഗ് പദവി ലഭിച്ചു. GI ടാഗ് എന്താണ്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതായത് ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഉത്ഭവം, അതിന്റെ പ്രത്യേക ഗുണം അല്ലെങ്കിൽ ആ വസ്തുവിനുണ്ടാകുന്ന പ്രശസ്തി, ഇതിനൊക്കെ ആസ്പദമാക്കിയിട്ട് അതിന് കൊടുക്കുന്ന ഒരു അടയാളമാണ്. അതിന്റെ പ്രാധാന്യം കാണിക്കാനായിട്ട് അതിന് കൊടുക്കുന്ന ഒരു അടയാളത്തെയാണ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറയുക. അപ്പൊ കേരളത്തിൽ നിന്ന് 2024 നിലമ്പൂർ തേക്കിന് ഈ പദവി ലഭിച്ചു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് GI പദവി ലഭിച്ച സാധനം എന്താണെന്നറിയോ? ഡാർജിലിംഗ് ടീ ആണ്. ഡാർജിലിംഗ് ടീക്കാണ് ഇന്ത്യയില് ആദ്യമായിട്ട് GI പദവി ലഭിച്ച ഉൽപ്പന്നം. അത് രണ്ടാമത്തെ കറണ്ട് അഫേഴ്സ് ഓൾറെഡി PSC 2024 ചോദിച്ചതാണ് കേട്ടോ. അതായത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ ആദ്യ നഗരം ആണ് കോഴിക്കോട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നഗരത്തിന് സാഹിത്യ നഗര പദവി ലഭിക്കുന്നത്. നിലവില് 53 നഗരങ്ങൾക്ക് സാഹിത്യ നഗര പദവി യുനെസ്കോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 54ാമത്തെ നഗരമായിട്ടാണ് കോഴിക്കോട് മാറുന്നത്. പിന്നെ ഈ കോഴിക്കോടിന് സാഹിത്യ നഗര പദവി കൊടുത്തത് ജൂൺ 23, 2024 ആയതുകൊണ്ട്, അത് പ്രഖ്യാപിച്ചത് ജൂൺ 23 ആയതുകൊണ്ട് ജൂൺ 23-നെ സാഹിത്യ നഗര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനിതക എഞ്ചിനീയറിംഗ് വഴി രാജ്യത്ത് ആദ്യമായിട്ട് രോഗഹേതുവല്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ആണ്. എവിടാണ്? തിരുവനന്തപുരം തോന്നയ്ക്കൽ. വാക്സിൻ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിപ വൈറസിന്റെ രോഗഹേതുവല്ലാത്ത കണങ്ങൾ വികസിപ്പിച്ചത് എവിടാണ്? തിരുവനന്തപുരം തോന്നയ്ക്കലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലാണ്. അടുത്തിടെ കുട്ടികളൊക്കെ മരിച്ചിരുന്നു അല്ലെ? എന്ത്? സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടി പെട്ടെന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. അപ്പൊ രോഗം ഏതായിരുന്നു? അമീബിക് മസ്തിഷ്ക ജ്വരമായിരുന്നു. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ ആ അമീബയുടെ പേരെന്താണ്? നെഗ്ലേറിയ ഫൗലേറി എന്നാണ്. അവനെയാണ് തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് വിളിക്കുന്നത്. അപ്പൊ തലച്ചോറ് തിന്നുന്ന അമീബയുടെ പേരെന്താണ്? നെഗ്ലേറിയ ഫൗലേറി. ഇത് ഓർത്ത് വെക്കാൻ. ഈ തലച്ചോറ് നെയ് പോലെ കറന്ന് തിന്നും ഓർത്താൽ മതി. ഈ നെഗ്ലേറിയ ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നെയ്ഗ്ലേറിയ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അപ്പൊ നെയ് പോലെ തലച്ചോറ് തിന്നുന്ന അമീബയുടെ പേരാണ് നെയ്ഗ്ലേറിയ ഫൗലേറി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ വിവിധ ഓപ്പറേഷനുകളെല്ലാം ഇനി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്പറേഷൻ ലൈഫ് ആണ്. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കീഴില് നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ആണോ ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വിവിധ ഓപ്പറേഷനുകൾ നടത്താറുണ്ടല്ലോ. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ഒറ്റ പേരിൽ അറിയപ്പെടാൻ പോകുന്നത് എന്താണ്? ഓപ്പറേഷൻ ലൈഫ് എന്ന പേരിൽ. പിന്നെ ഈ വയനാട് പ്രദേശത്ത് മിക്കവാറും കർഷകരുടെ ഇടയ്ക്കോട്ട് ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ കയറിയിട്ട് കൃഷി നശിപ്പിച്ചു എന്ന് വ്യാപക പരാതി ഉണ്ടല്ലേ. അപ്പോ വന്യമൃഗശല്യത്തെ ചെറുക്കാൻ AI ഒരുക്കുന്ന രാജ്യത്തെ പ്രഥമ ഫെൻസിങ് എവിടാണ് വന്നത്? വയനാടാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇതാണ് ആ ഫെൻസ്. കുറച്ച് ഏരിയയിലേ ഉള്ളൂ. അത് വിജയകരമാകുകയാണെങ്കിൽ ബാക്കിയുള്ള ഏരിയയിലും കൂടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് നടത്താമെന്നാണ് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വേലിയുടെ സൈഡിൽ ഒരു ആനയൊക്കെ വരികയാണെങ്കിൽ ഈ വേലിയിൽ നിന്ന് ഭയങ്കരമായ ഒരു സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൗണ്ട് കേട്ടിട്ട് ആന തിരിച്ച് പേടിച്ച് കാട്ടിലേക്ക് തന്നെ ഓടിപ്പോകും. വന്യമൃഗശല്യത്തെ ചെറുക്കാൻ AI ഒരുക്കുന്ന രാജ്യത്തെ പ്രഥമ ഫെൻസിംഗ് വയനാട്. മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളൂർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയാണ്. അദ്ദേഹം കവിയാണ്. 2024 അതായത് 6ാമത്തെ പ്രേം നസീർ പുരസ്കാരം നേടിയ മികച്ച കുട്ടികളുടെ ചിത്രമാണ് കൈലാസത്തിന്റെ അതിഥി. അത് സംവിധാനം ചെയ്തത് അജയ് ശിവറാം ആണ്. കൈലാസത്തിന്റെ അതിഥി സംവിധായകൻ അജയ് ശിവറാം. ഇനി മികച്ച സമകാലിക ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് അനക്ക് എന്തിന്റെ കേട, സംവിധാനം ഷമീർ ഭരതന്നൂർ ആണ്. മികച്ച സമകാലിക ചിത്രം അനക്ക് എന്തിന്റെ കേട,
സംവിധാനം ഷമീർ ഭരതന്നൂർ. സ്കൂൾ വാഹനങ്ങളെ രക്ഷകർത്താക്കൾക്ക് തന്നെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന MVDയുടെ ആപ്പിന്റെ പേരാണ് വിദ്യാവാഹൻ ആപ്പ്. വിദ്യാവാഹൻ ആപ്പ്. കേരള നിയമസഭാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ N കൃഷ്ണകുമാർ ആണ്. കേരള നിയമസഭാ സെക്രട്ടറി ആയത് ഡോക്ടർ N കൃഷ്ണകുമാർ. കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് നീത കെ ഗോപാലാണ്. കേരള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത് നീത കെ ഗോപാൽ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 2024 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരി മാസ്റ്റർക്ക് ലഭിച്ചു. അദ്ദേഹം പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 2024 ബഷീർ ബാല്യകാല സഖി പുരസ്കാരം MN കാരശ്ശേരിക്കാണ്. ഇനി ബഷീർ അമ്മ മലയാള സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാള പുരസ്കാരം ആർക്കാണ് 2024 ലഭിച്ചത്? KA ബീന. മാധ്യമ പ്രവർത്തകയും കോളംനിസ്റ്റും ആണ്. അപ്പൊ അമ്മ മലയാളം ബീന അമ്മ എന്ന് എന്തെങ്കിലും ഓർത്താൽ മതി കേട്ടോ. അമ്മ മലയാളം കിട്ടിയത് ബീനയ്ക്കും ബാല്യകാല സഖി പുരസ്കാരം MN കാരശ്ശേരി മാസ്റ്റർക്കുമാണ്. അതുപോലെ 2024 LDCക്ക് നല്ല രീതിയിൽ നമ്മുടെ ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യന്റെ നമ്പറും ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പറും ഒക്കെ ചേർത്തിട്ട് ഫ്രണ്ട്ലി പേജ് ടെലഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബുക്ക് വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ഇത് പഴയ ബുക്കാണല്ലോ, അപ്പോൾ ഈ ബുക്കിന്റെ ക്ലാസ്സും പിന്നെ ഇതിന്റെ ന്യൂ എഡിഷൻ ആയിട്ടുള്ള ക്ലാസ് ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബുക്കിന്റെ ക്ലാസ്സും ന്യൂ എഡിഷൻ ക്ലാസ്സും ഒക്കെ ബുക്ക് വാങ്ങുന്നവർക്ക് കൊടുക്കുന്നുണ്ട് 1 വർഷം വാലിഡിറ്റിയിൽ. അപ്പൊ ബുക്ക് വാങ്ങാത്തവര് വാങ്ങുക. 2024 LDCക്ക് മിനിമം 8 മാർക്കോളം, അതായത് 10ൽ 8 മാർക്കോളം നമുക്ക് ഈ ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നത്. ഈ വാട്സ്ആപ്പ് നമ്പറിൽ ബുക്ക് വേണം എന്ന് അയച്ചാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കേരള ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണങ്ങളും കാവുകളും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാപമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ദേവാങ്കണം ചാരുഹരിതം. ദേവാങ്കണം ചാരുഹരിതമാണ് കേരള ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തില് ക്ഷേത്രാങ്കണവും കാവുകളും കുളങ്ങളും ഒക്കെ സംരക്ഷിച്ച് ഹരിതാപമാക്കുന്ന പദ്ധതി. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനാണ് ലഭിച്ചത്. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം. ഇനി പി കേശവദേവ് ഡയാബ് സ്ക്രീൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ CJ ജോൺ ആണ്. ഡോക്ടർ CJ ജോണിന് ഡയാബ് സ്ക്രീൻ പുരസ്കാരം കൊടുത്തത് മികച്ച ആരോഗ്യ വിദ്യാഭ്യാസത്തിനായിട്ടാണ്. അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. ഇപ്പൊ പൊതുജനങ്ങൾക്കായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസം വർഷങ്ങളായിട്ട് നൽകി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. OV വിജയൻ സ്മാരക സമിതിയുടെ കഥാ പുരസ്കാരം KP രാമനുണ്ണിക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കഥാസമാഹാര കൃതിയാണ് ശരീരദൂരവും ഹൈന്ദവം. OV വിജയൻ സ്മാരക സമിതിയുടെ കഥാ പുരസ്കാരം ലഭിച്ചത് KP രാമനുണ്ണിക്കാണ്. അദ്ദേഹത്തിന്റെ കഥാസമാഹാര കൃതികളാണ് ശരീരദൂരവും ഹൈന്ദവവും. ഇനി OV വിജയൻ സ്മാരക സമിതിയുടെ നോവൽ പുരസ്കാരം കിട്ടിയതാർക്കാണ്? V ഷിനിലാലിനാണ്. അദ്ദേഹത്തിന്റെ കൃതി 1 to 4. കൃതി ഏതാണ്? 1 to 4 V ഷിനിലാൽ. OV വിജയൻ സ്മാരക സമിതിയുടെ നോവൽ പുരസ്കാരം ലഭിച്ചു. അടുത്തത് OV വിജയൻ സ്മാരക സമിതിയുടെ യുവകഥാ പുരസ്കാരം. യുവകഥാ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഷിൻഷാ ഗംഗ. കഥ തേറ്റയാണ്. ഷിൻഷാ ഗംഗയുടെ കഥ തേറ്റ യുവ കഥാ പുരസ്കാരം OV വിജയൻ സ്മാരക സമിതിയുടെ. 4ാം ലോക കേരള സഭ നടന്നത് എവിടാണ്? തിരുവനന്തപുരത്താണ്. 4ാം ലോക കേരള സഭ നടന്നത് തിരുവനന്തപുരത്താണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവരശേഖരണം ലക്ഷ്യമിട്ട് ലോക കേരള സഭയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പോർട്ടൽ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ലോക കേരളം. ലോക കേരളം പോർട്ടൽ വഴി ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവരശേഖരം നടത്താം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2023 മാതൃഭൂമി പുരസ്കാരമാണ് 2004 കൊടുത്തത് കേട്ടോ. അപ്പൊ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയ. കുട്ടികളിലെ പഠന സ്വഭാവ പെരുമാറ്റ വ്യതിയാന നിലവാരത്തിനായിട്ട് ഹോമിയോ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സദ്ഗമയ. അപ്പൊ കുട്ടികളിലെ പഠന സ്വഭാവ പെരുമാറ്റ വ്യതിയാനങ്ങള് അതിന്റെ നിലവാരത്തിനൊക്കെ ആയിട്ട് ഹോമിയോ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സദ്ഗമയ. രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം നേടിയത് കൊച്ചി പാസ്പോർട്ട് ഓഫീസാണ്. രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം കൊച്ചി പാസ്പോർട്ട് ഓഫീസിന് ലഭിച്ചു. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന അന്വിറ്റി പദ്ധതിയുടെ പേരാണ് ജീവാനന്ദ.
കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന ആന്വിറ്റി പദ്ധതിയുടെ പേരാണ് ജീവാനന്ദ. MK സാനു ഫൗണ്ടേഷന്റെ സാനുമാഷിന്റെ പേരിലുള്ള ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത് ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥിനാണ്. അപ്പൊ ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥിനാണ് MK സാനു ഫൗണ്ടേഷന്റെ സാനുമാഷിന്റെ പേരുള്ള ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ചത്. പുന്നയൂർ കുളത്ത് സാഹിത്യ സമിതിയുടെ മാധവക്കുട്ടി പുരസ്കാരം നേടിയത് KR മീരയ്ക്കാണ്. അപ്പോ പുന്നയൂർ കുളത്ത് സാഹിത്യ സമിതിയുടെ മാധവക്കുട്ടി പുരസ്കാരം നേടിയത് KR മീര. പിന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുതോറും എത്തിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ഏതാണ്? ഹോം ഷോപ്പ് പദ്ധതി. അപ്പൊ അത് സർക്കാർ ഏറ്റെടുത്തു. കേരള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീടുതോറും എത്തിക്കുന്ന ഹോം ഷോപ്പ് പദ്ധതി സർക്കാർ ഏറ്റെടുത്തു. മലയാളത്തിലെ ആദ്യ ബ്രെയിലി കവിതാ സമാഹാരം പിന്നിട്ട വഴികളും വരികളും എഴുതിയത് അനീഷ് സ്നേഹയാത്രയാണ്. അനീഷ് സ്നേഹയാത്ര, പിന്നിട്ട വഴികളും വരികളും. എറ ബുക്സ് ആണ് അത് അതിന്റെ പബ്ലിക്കേഷൻ. അപ്പൊ ഈ ബ്രെയിലി കവിതാ സമാഹാരം കാണാത്തവർ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ആണല്ലോ ബ്രെയിലി എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യ ബ്രെയിലി കവിതാ സമാഹാരത്തിന്റെ പേരെന്താ? പിന്നിട്ട വഴികളും വരികളും എഴുതിയത് അനീഷ് സ്നേഹയാത്ര. കേരളത്തിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് മുട്ടത്തറയാണ്, തിരുവനന്തപുരം. കേരള നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് മുട്ടത്തറ, തിരുവനന്തപുരം. ഈ മന്ത്രി K രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നമുക്കറിയാലോ. അപ്പൊ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോ അതിനാല് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് പട്ടികജാതി പട്ടികവർഗം, പിന്നാക്കക്ഷേമം, ദേവസ്വം, പാർലമെന്ററി കാര്യം, ഇത്രയായിരുന്നു. രാജിവെച്ച് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഉത്തരവും കൂടെ ഇറക്കിയിട്ടാണ് ഇറങ്ങി. അപ്പൊ അതേതാ നോക്കാം. പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശം കോളനി എന്ന പേര് വിളിക്കാതെ പകരം എന്താക്കണം? നഗർ എന്ന് പറയണം. അതുപോലെ സങ്കേതം എന്ന് പറയുന്നതിനെ ഉന്നതി എന്നും ഊര എന്നതിനെ പ്രകൃതി എന്നും വിളിക്കണം എന്ന ഉത്തരവിറക്കിയതിനു ശേഷമാണ് മന്ത്രി K രാധാകൃഷ്ണൻ രാജിവെച്ചത്. അങ്ങനെ അദ്ദേഹം ലോകസഭയിലേക്ക് പോയി. പിന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗം, പിന്നാക്കക്ഷേമം, ദേവസ്വം, പാർലമെന്ററി കാര്യമൊക്കെ ആരാണ് ഏറ്റെടുത്തതെന്നും കൂടെ നമ്മൾ പഠിക്കണം. പട്ടികജാതി പട്ടിക വിഭാഗം ഏറ്റെടുത്തത് കേളുവാണ്. കേളു അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? മാനന്തവാടിയാണ്. ഇനി ദേവസ്വം ഏറ്റെടുത്തത് ആരാണ്? VN വാസവനാണ്. അദ്ദേഹം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ്. നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂരാണ്. പാർലമെന്ററി കാര്യം ഏറ്റെടുത്തത് MP രാജേഷ് ആണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം തൃത്താലയാണ് കേട്ടോ, തൃത്താല. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരായിരുന്നു? P വത്സലയാണ്. പലതവണ PSC ചോദിച്ചു. അപ്പൊ P വത്സലയുടെ അവസാന നോവല് മരണാനന്തരം പ്രകാശനം ചെയ്തു. നോവലിന്റെ പേര് ചിത്രലേഖ എന്നാണ്. അപ്പൊ ഈ ചിത്രലേഖ എന്ന് പറയുന്ന നോവൽ എഴുതിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ P വത്സല വളരെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു. അപ്പൊ ഈ ചിത്രലേഖ ശരിക്കും കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വായിച്ചപ്പോൾ പൂർണ്ണത തോന്നിയത് കൊണ്ടാണ് ഇത് പ്രകാശനം ചെയ്യുന്നതെന്നാണ് P വത്സലയുടെ ഭർത്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ പഠിക്കാം. P വത്സലയുടെ അവസാന നോവൽ ഏതാണ്? ചിത്രലേഖയാണ്. ചിത്രലേഖ. കേരളത്തിലെ ലാസ്റ്റ് ഫാക്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെയും കേരള ഫുട്ബോളിന്റെയും ചരിത്രത്തിലെ ഇതിഹാസ താരമായിരുന്ന TK ചാത്തുണ്ണി അന്തരിച്ചു. അപ്പോ TK ചാത്തുണ്ണി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അടുത്തിടെ അന്തരിച്ച TK ചാത്തുണ്ണി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഫുട്ബോളുമായിട്ടാണ്. കേരളത്തിലെ പ്രധാന ഫാക്ട്സ് ഒക്കെ നമ്മൾ നോക്കി. ഇനി 2024 ജൂൺ മാസത്തിലെ ഇന്ത്യയിലെ പ്രധാന ഫാക്ട്സ് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 2024 ആയപ്പോഴത്തേക്ക് അത് 40 വർഷം തികഞ്ഞു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് 40 വർഷം തികഞ്ഞു 2024 ജൂണില്. അപ്പൊ 1984 ജൂൺ 1 മുതൽ 10 വരെ സിഖ് ആരാധന കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തില് ഖലിസ്ഥാൻ വിഘടന നേതാവ് ജർനൈസിൻ സിംഗ് ഭിന്ദ്രൻവാലയെയും കൂട്ടരെയും ഒഴിപ്പിക്കാനായിട്ട് നടത്തിയ സൈനിക ഓപ്പറേഷൻ ആയിരുന്നു ഏത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. നേതൃത്വം ആരുടെ ആയിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ ആയിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ വധത്തിലേക്ക് വരെ നയിച്ച ഒരു കാര്യമായിരുന്നു ഏത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് 2024 ആയപ്പോ 40 വർഷം തികഞ്ഞു. പുരുഷ വിഭാഗം ബോക്സിംഗിൽ പാരീസ് ഒളിമ്പിക്സില് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? നിഷാന്ത് ദേവ്. 71 കിലോഗ്രാം വിഭാഗത്തിലാണ് യോഗ്യത നേടിയത്. പുരുഷ വിഭാഗം ബോക്സിംഗ് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യക്കാരൻ
നിഷാന്ത് ദേവ് ആണ്. 71 കിലോഗ്രാം വിഭാഗമാണ്. ഇനി രാജ്യത്തെ ആഭ്യന്തര ഉൽപാദനം അഥവാ 2023-24 GDP 8.2% ആണ് അതിന്റെ വളർച്ച എന്ന് പറയുന്നത്. അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ അംഗമായ ആദ്യ മലയാളി വനിതയാണ് മേഘ മുകുന്ദൻ. അപ്പൊ ആ പദ്ധതി വഴി കുറച്ചു പേരെ വ്യോമസേനയിലേക്ക് നിയമിച്ചല്ലോ. അപ്പൊ അഗ്നിപത് പദ്ധതിയിലൂടെ സെലക്ട് ആയിട്ടാണ് വ്യോമസേനയിലെ അംഗമായത്. ആര്? ആദ്യ മലയാളി വനിതയായ മേഘ മുകുന്ദൻ. അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ അംഗമായ ആദ്യ മലയാളി വനിതയാണ് മേഘ മുകുന്ദൻ. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോൺ, എന്റെ പേരെന്താ? തപസ്. അപ്പൊ ഈ തപസ് വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ വ്യോമസേനയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണിന്റെ പേരെന്താണ്? തപസ് എന്നാണ്. കേരളത്തിന്റെ പൈതൃക മാതൃകയിൽ നിർമ്മിക്കുന്ന കേരള ഭവൻ നിലവിൽ വരുന്നത് എവിടാണ്? ന്യൂഡൽഹിയില് കപൂർത്തലയിലാണ്. കേരളത്തിന്റെ പൈതൃക മാതൃകയിൽ നിർമ്മിക്കുന്ന കേരള ഭവൻ നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്, കപൂർത്തലയിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ ലഭിച്ചത് ഡോക്ടർ KG പൗലോസിനാണ്. അപ്പൊ അദ്ദേഹം പ്രമുഖ സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ഒക്കെയാണ്. മധ്യകാല സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവന കണക്കിലെടുത്താണ് 2023 ഭാഷാ സമ്മാൻ കേരള സാഹിത്യ അക്കാദമി ഡോക്ടർ KG പൗലോസിന് നൽകിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗം കരസ്ഥമാക്കിയത് ആരാണ്? ഉണ്ണി അമ്മയമ്പലം. അദ്ദേഹത്തിന്റെ നോവലിന്റെ പേരെന്താണ്? അൽഗോരിതങ്ങളുടെ നാട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 യുവ പുരസ്കാരം R ശ്യാം കൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമായ മീശക്കള്ളന്റെ മീശക്കള്ളൻ. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരമായ മീശക്കള്ളനാണ് 2024 യുവ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത് R ശ്യാം കൃഷ്ണൻ. പാരീസ് ഒളിമ്പിക്സിൽ ശ്രീജേഷ് അടങ്ങുന്ന ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ആരാണ്? ഹർമൻപ്രീത് സിംഗ് ആണ്. പാരീസ് ഒളിമ്പിക്സിൽ ശ്രീജേഷ് അടങ്ങുന്ന ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് സിംഗ് ആണ്. അതുപോലെ SBIയുടെ പുതിയ ചെയർമാൻ ആരാണ്? ചല്ല ശ്രീനിവാസുലു സെട്ടി. SBIയുടെ പുതിയ ചെയർമാൻ ചല്ല ശ്രീനിവാസുലു സെട്ടി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തിരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായിട്ട് 3-ാം തവണ പ്രധാനമന്ത്രിയാകുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പൊ നരേന്ദ്രമോദി ലോക്സഭ അംഗമായത് എവിടെ നിന്നാണ്? UP വാരണാസി. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായിട്ട് 3-ാം തവണ പ്രധാനമന്ത്രിയാവുന്ന ആള് നരേന്ദ്രമോദിയാണ്. ലോക്സഭാ മണ്ഡലം UP വാരണാസി. ഇപ്പൊ 18ാമത്തെ ലോകസഭയാണ് 2024 വന്നത്. 2024 18ാമത്തെ ലോകസഭയിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധി ഫയലാണ്. കിസാൻ നിധി ഫയൽ. രാജ്യസഭാ നേതാവ് ആരാണ്? JP നഡ്ഡയാണ്. രാജ്യസഭാ നേതാവ് JP നഡ്ഡയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമാണ്. സുരേഷ് ഗോപി സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ജോർജ് കുര്യൻ അദ്ദേഹം സഹമന്ത്രി. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ഇത്രയാണ് വകുപ്പുകൾ. സിക്കിം മുഖ്യമന്ത്രിയായത് പ്രേം സിംഗ് ആണ്. തുടർച്ചയായിട്ട് 2ാമത്തെ തവണയാണ് സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ്. ഇദ്ദേഹമാണ് പ്രേം സിംഗ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമഖഡുവാണ്. 3-ാം തവണയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് ആര്? ഇപ്പൊ പ്രേമഖണ്ഡു 3-ാം തവണ അരുണാചൽ പ്രദേശ് ആണ്. ലോകസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആണെങ്കിലോ ശാംഭവി ചൗധരിയാണ്. 25 ഇയേഴ്സ് ആണ്, ബീഹാർ. ലോകസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ശാംഭവി ചൗധരി. ഇനി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും, ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. ചന്ദ്രബാബു നായിഡു. അടുത്ത ഇമ്പോർട്ടന്റ് ആണ്. കരസേനാ മേധാവിയായി ചുമതലയേറ്റതാരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കരസേനാ മേധാവിയായിട്ട് ചുമതലയേറ്റു. അടുത്തത്, സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഏൽക്കുന്ന ഗുരുതര പൊള്ളലുകളും മറ്റു ത്വക്ക് രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ ത്വക്ക് ബാങ്ക് തുടങ്ങിയ സേനാ വിഭാഗമാണ് കരസേന. ത്വക്ക് ബാങ്ക് തുടങ്ങിയത് കരസേനയാണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഈ പൊള്ളിക്കഴിയുമ്പോ നമ്മുടെ ത്വക്കൊക്കെ കരിയണ്ടെന്ന് വെച്ചാൽ നമ്മള് പൊറക്കണ്ടേ, ഉണങ്ങണ്ടേ. അപ്പൊ ത്വക്കൊക്കെ കരിഞ്ഞ് വേഗം പൊറുക്കാനായിട്ട് ത്വക്ക് ബാങ്ക് തുടങ്ങിയത് കരിയാൻ കരസേനയാണെന്ന് ഓർത്തേക്ക് കേട്ടോ. കരസേന, ത്വക്ക് കരിയാൻ കരസേന. ഇനി ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 124 ആണ് കേട്ടോ. 124. അർജന്റീനയാണ് ഫസ്റ്റ്. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യ 124. ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം, ഇത് ഓൾറെഡി ചോദിച്ചതാണ് 2024, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്?
പുഷ്പക് ആണ്, പുഷ്പക്. അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ കുമാർ ദേഗയുടെ കാലാവധി 2025 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ കുമാർ ദേഗ. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ ആണ്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ രവി അഗർവാൾ. T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ T20 വേൾഡ് കപ്പാണ് ഇത്. ഇന്ത്യ തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്, തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെയാണ്. ഇന്ത്യൻ നേവിയുടെ ആദ്യ ഹെലികോപ്റ്റർ പൈലറ്റ് ആകുന്ന വനിത അനാമിക രാജീവ് ആണ്. ഇന്ത്യൻ നേവിയുടെ ആദ്യ ഹെലികോപ്റ്റർ പൈലറ്റ് ആകുന്ന വനിത അനാമിക രാജീവ്. അടുത്തത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് PK മിശ്രയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ദോവലും തുടരും. അപ്പൊ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? PK മിശ്ര. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ദോവലാണ്. ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന കേന്ദ്ര ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ, അതായത് ആ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് ദിവസം 55 ലിറ്റർ വെള്ളമാണ്. അപ്പൊ ഈ ജൽ ജീവൻ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ കണക്ഷൻ ലഭ്യമാക്കിയ ജില്ല കൊല്ലമാണ്. ജൽജീവൻ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ കണക്ഷനുകൾ ലഭ്യമാക്കിയ ജില്ലയുടെ പേരെന്താണ്? കൊല്ലം. ഇനി ആണവായുധ ശേഖരണ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യ 6 ആണവായുധത്തിൽ ഇന്ത്യ 6. ഫസ്റ്റ് റഷ്യ, സെക്കൻഡ് USA, തേർഡ് ചൈന. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാറാണ്. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ട മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് വിക്രം മിശ്രയാണ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് വിക്രം മിശ്ര. ISRO മുൻ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 മിഷൻ ഡയറക്ടറുമായിരുന്ന ശ്രീനിവാസ് ഹെഗ്ഡെ അന്തരിച്ചു. ഇന്ത്യൻ ഫാക്ട്സ് കഴിഞ്ഞു. ഇനി നമ്മള് വേൾഡ് ഫാക്ട്സ് ആണ് നോക്കുന്നത്. സുനിത വില്യംസിനെയും ബുച്ച് ഫിൽമോറിനെയും ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകമാണ് ബോയിങ് സ്റ്റാർ ലൈനർ. ബോയിങ് സ്റ്റാർ ലൈനറിൽ പോയി ഇവരിപ്പോ അവിടെ കുടുങ്ങി കിടക്കുകയാണെന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സുനിത വില്യംസിനെയും ബുച്ച് ഫിൽമോറിനെയും ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകത്തിന്റെ പേരെന്താ? ബോയിങ് സ്റ്റാർ ലൈനർ ആണ്. ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് നേരിട്ട് കാണാത്ത മറുപുറത്ത് വിജയകരമായി ഇറക്കിയ ചൈനയുടെ പേടകമാണ് ചാങ്ഇ-6. ചാങ്ഇ-6ഉം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചാങ്ഇ-6 പോയി അവിടെ നിന്ന് കുറെ മണ്ണൊക്കെ കളക്ട് ചെയ്ത് തിരിച്ചു വന്നാൽ, അപ്പൊ ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് നേരിട്ട് കാണാത്ത മറുപുറത്ത് വിജയകരമായിട്ട് പേടകം ഇറക്കിയ രാജ്യം ഏതാണ്? ചൈന. ചൈനയുടെ പേടകത്തിന്റെ പേരെന്താ? ചാങ്ഇ-6. ഗൂഗിളിന്റെ AI സംവിധാനത്തിന്റെ പേരെന്താണ്? ജെമിനിയാണ്. ഗൂഗിളിന്റെ AI സംവിധാനം പേര് ജെമിനി. 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയിക്കാണ്. 2024 പെൻ പിൻഡർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് സഞ്ജന താക്കൂറിനാണ്. കൃതിയുടെ പേര് ഐശ്വര്യ റായ് എന്നാണ്. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം സഞ്ജന താക്കൂർ, കൃതി ഐശ്വര്യ റായ്. കുവൈത്തിലെ പുതിയ കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹ്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ബ്രിഗേഡിയർ പദവി നേടുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വനിതാ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ് ഹെലൻ മേരി. അപ്പോ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രിഗേഡിയർ പദവി നേടുന്ന ക്രിസ്ത്യൻ വനിത ഹെലൻ മേരിയാണ്. പാരീസ് ഒളിമ്പിക്സോടെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന ബ്രസീലിയൻ താരമാണ് മാർത്ത വിയേറ ഡാ സിൽവ. പാരീസ് ഒളിമ്പിക്സോടെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന ബ്രസീലിയൻ താരമാണ് മാർത്ത വിയേറ ഡാ സിൽവ. ഇസ്രയേൽ പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശനം നിഷേധിച്ച രാജ്യമാണ് മാലദ്വീപ്. ഇസ്രയേൽ പൗരന്മാർക്ക് രാജ്യത്ത് പ്രവേശനം നിഷേധിച്ച രാജ്യം ഏതാണ്? മാലദ്വീപാണ്. മെക്സിക്കോയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം. മെക്സിക്കോയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ആണ്. തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതാ വിഭാഗം സ്വർണം നേടിയ മലയാളി താരമാണ് നയന ജെയിംസ്. തായ്വാൻ അത്ലറ്റിക് ഓപ്പണിൽ വനിതാ വിഭാഗം സ്വർണം നേടിയ മലയാളി താരം നയന ജെയിംസ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്, സ്പെയിനാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വിന്നർ കാർലോസ് അൽക്കാരസ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഇഗ സ്വിയാറ്റയാണ്, പോളണ്ടുകാരിയാണ് ഇഗ സ്വിയാറ്റ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ ഡബിൾസ് വിന്നേഴ്സ് കൊക്കോ ഗാഫ് USA ആണ്.
അടുത്ത കാറ്ററിന സിനിയക്കോവ, ചെക്ക് റിപ്പബ്ലിക്. യൂറോ കപ്പ് 2024 ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന കരടിയാണ്. യൂറോ കപ്പ് 2024 ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന കരടി. G7 ഉച്ചകോടി എവിടാണ്? ഇറ്റലിയിലാണ്. G7 ഉച്ചകോടി ഇറ്റലി. അടുത്തത് വത്തിക്കാന്റെ ഔദ്യോഗിക ക്രിക്കറ്റ് ടീം സെയിന്റ് പീറ്റേഴ്സ് ക്ലബ്. അപ്പൊ അതില് മലയാളികളുണ്ട്. അപ്പൊ അതിലെ കോച്ച് ആരാണ്? ഡെയ്ൻ കിർബിയാണ്, ഓസ്ട്രേലിയക്കാരനാണ്. അപ്പൊ വത്തിക്കാന്റെ ഔദ്യോഗിക ക്രിക്കറ്റ് ടീമിന്റെ പേരെന്താണ്? സെയിന്റ് പീറ്റേഴ്സ് ക്ലബ് എന്നാണ്. അതുപോലെ മാർപ്പാപ്പയുടെ സ്വന്തം ക്രിക്കറ്റ് ടീം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലുണ്ടായിരുന്നു. കേരളത്തിലുള്ള വൈദികരും സെമിനാരിക്കാരും ഒക്കെയാണ് ഈ ടീമിൽ ഉള്ള മലയാളികൾ. ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാക്കപ്പെടുന്ന ആദ്യ US മുൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. ക്രിമിനൽ കേസിൽ അകപ്പെടുന്ന ആദ്യ മുൻ US പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഇന്ത്യക്കാരിയായ മേജർ രാധിക സെൻ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് ഭാരതീയയായ മേജർ രാധിക സെൻ ആണ്. അപ്പൊ UN സമാധാന സേനയുടെ ഭാഗമാണ് ഇവര്. അപ്പൊ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ വേണ്ടി അവര് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഈ അവാർഡ് കൊടുത്തേക്കുന്നത്. 2022 ഓഗസ്റ്റ് മുതൽ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു രുചിര കംബോജ്. അപ്പൊ രുചിര കംബോജ് വിരമിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ പ്രതിനിധിയാകുന്ന ആദ്യ വനിതയുമായിരുന്നു ഇവര്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന രുചിര കംബോജ് വിരമിച്ചു. ഇതാണ് രുചിര കംബോജ്. നോർവേ ചെസ് ടൂർണമെന്റ് വിജയി മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ എവിടുത്തുകാരനാണ്? നോർവേക്കാരൻ തന്നെയാണ്. അപ്പൊ നോർവേ ചെസ് ടൂർണമെന്റിൽ നോർവേക്കാരനായിട്ടുള്ള മാഗ്നസ് കാൾസൺ ആണ് വിജയിയായതെന്ന് നോക്കാം. അത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജോർജിയ മെലോണിയാണ്. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി. G7 നടന്ന G7 സബ്മിറ്റ് എവിടായിരുന്നു? വേദി ഇറ്റലിയിലായിരുന്നു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ടൈറ്റിൽ വിജയിയായത് ദിവ്യ ദേശ്മുഖ് ആണ്. ഇന്ത്യക്കാരിയാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ടൈറ്റിൽ വിജയി ദിവ്യ ദേശ്മുഖ്, ഇന്ത്യക്കാരി. 2024 യൂറോ കപ്പ് ഫുട്ബോളിന്റെ വേദിയായത് ജർമ്മനിയാണ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദി ജർമ്മനി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആരാണ്? സിറിൽ റാമഫോസയാണ്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർസുല വോൺ ഡെർ ലൈൻ. ഇന്നലെ ഊർജ്ജസ്വലയായിട്ടുള്ള ലേഡിയെയാണ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ആക്കിയതെന്നുള്ള രീതിയിൽ ഉർസുല വോൺ ഡെർ ലൈൻ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ്. 1968 നാസയുടെ അപ്പോളോ 8 ദൗത്യ പേടകത്തിന്റെ പൈലറ്റ് ആയിരുന്നു വില്യം ആൻഡേഴ്സ്. അപ്പൊ അദ്ദേഹം വിമാനാപകടത്തിൽ അന്തരിച്ചു. ഉദിച്ചുയരുന്ന ഭൂമിയുടെ വിഖ്യാത ചിത്രം എടുത്തിട്ടുള്ളത് ഇദ്ദേഹമാണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പകർത്തിയത് ഇദ്ദേഹമാണ്. ഭൂമിയുടെ ഉദയം പകർത്തിയ ആൻഡേഴ്സ് വിമാനാപകടത്തിൽ മരിച്ചു. അപ്പൊ ഇത്രയാണ് ജൂൺ 2024 കറണ്ട് അഫയേഴ്സ് കേരളം, ഇന്ത്യ, വേൾഡ്. അപ്പൊ ക്ലാസിന്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.